കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ പി.കെ. രാഗേഷിനെ ഒപ്പം കൂട്ടാൻ CPM. രാഗേഷുമായി ചർച്ച നടത്തിയതായി LDF നേതാക്കൾ വെളിപ്പെടുത്തി. കോർപ്പറേഷൻ പിടിക്കാൻ രാഗേഷിന്റെ പിന്തുണ ഗുണം ചെയ്യും എന്നാണ് CPM വിലയിരുത്തൽ. ഇടതുകോട്ടയായ കണ്ണൂരിൽ CPM-നൊപ്പമല്ലാത്ത കോർപ്പറേഷൻ പിടിക്കാൻ 18 അടവും പയറ്റുകയാണ് LDF. 55 അംഗ കോർപ്പറേഷനിൽ UDF 34, LDF 19, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ജില്ലയിലെ കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് പുറത്താക്കിയ പി.കെ. രാഗേഷിനെ ഒപ്പം കൂട്ടാനാണ് CPM ശ്രമം. UDF-ന്റെ പരാജയം ഉറപ്പുവരുത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യത്തെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. സ്വാഭാവികമായും ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ നടക്കുമല്ലോ, ആശയവിനിമയമൊക്കെ നടക്കുമല്ലോ. ആ നിലയിൽ ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ച നടത്തിയെന്ന നേതാക്കളുടെ വെളിപ്പെടുത്തൽ പക്ഷേ പി.കെ. രാഗേഷ് തള്ളുന്നു. എന്നാൽ സഹകരിക്കുമെന്ന സൂചനയും നൽകി. LDF-മായി അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു കാര്യമോ ഈ സമയം വരെ ഞങ്ങളാരും നടത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവരോടൊപ്പം സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കണ്ണൂർ കോർപ്പറേഷനായി ഉയർത്തിയ 2015 ആദ്യ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലയിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം എത്തി. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് വിജയിച്ച പി.കെ. രാഗേഷിനെ ഒപ്പം കൂട്ടി LDF ഭരണത്തിലുമേറി. പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തിയെങ്കിലും വീണ്ടും രാഗേഷിനെതിരെ നടപടിയെടുത്തു. ചർച്ച നടത്തുകയോ കൊണ്ടെടുക്കുകയോ കയ്യിൽ വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പി.കെ. രാഗേഷിനെ ഒപ്പം കൂട്ടിയാൽ ചില സീറ്റുകളിലെങ്കിലും മത്സരം കടുപ്പിക്കാമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.